നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു കുട്ടിയാണ്. സോ അതിനുള്ള പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത്ര ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാല്. പുറത്ത് പോയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സും ഇതിന്റെ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സും ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. ചിലർ ചോദിക്കും എന്താണ് ഈ ഓഫ് ക്യാമ്പസ്? ഒരു 2 മാസം കൊണ്ടും നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് പഠിച്ചെടുത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അഡ്വർക്ക് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനേ ഉള്ളൂ സാർ. കേരളത്തിലെ കുട്ടികൾ എന്താ സെൻട്രൽ യൂണിവേഴ്സിറ്റി എത്ര ഫീസ് വരുന്നത് ഈ സെമസ്റ്ററിൽ നിനക്ക്? പ്രൊഫസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ 7 to 8 മാസ്റ്റർ ഡിഗ്രീസ് ഒക്കെ ഉള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും. ഗേൾസിനെല്ലാം സെറ്റാന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം നമ്മൾ എഡ്യൂപോർട്ടിന്റെ ക്ലാസ് ഒക്കെ ഇങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട് CUT. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന 2 സ്റ്റുഡൻസ് ആണ്. അവർ CUT എക്സാം ക്രാക്ക് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അവർ പഠനം സ്റ്റാർട്ട് ചെയ്ത എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവര് എക്സാമിന് നടത്തിയ പ്രിപ്പറേഷൻ, അതിനുശേഷം ആഫ്റ്റർ അവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഒരു ഇന്ന കോളേജ് ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ മനസ്സിൽ ഒരുപാട് ആ എക്സ്പെക്ടേഷൻ ശരിക്കും അവർ ആ കോളേജിൽ എത്തിയത് മീറ്റ് ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇപ്പോ നമ്മൾ പലപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന ഒരാളും അത് അച്ചീവ് ചെയ്ത ആളും രണ്ടും വ്യത്യാസങ്ങൾ അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ എന്റെ വീഡിയോ കാണുന്ന കുട്ടികൾ, നിങ്ങൾ ഒരു CUT പ്രിപ്പയർ ചെയ്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് അച്ചീവ് ചെയ്ത ആളുകൾ അതിന് അവരുടെ എക്സ്പീരിയൻസ് പോലെ അവർക്ക് കിട്ടിയ എന്തായാലും നമ്മളെ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവോ ഇല്ലേ എന്ന് ഒരു എക്സ്പെക്ടേഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ. ആ എക്സ്പെക്ടേഷൻ മീറ്റ് റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ആക്ച്വലി ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണാറുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെൽക്കം ചെയ്യാണ് മൈ സ്റ്റുഡൻസ്. അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് വളരെ സന്തോഷമാണ് എനിക്ക് പറയുന്ന 2 സ്റ്റുഡൻസ് ആണ്, ദേവനന്ദ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സൂര്യ തേജസ്. സോ വെൽക്കം ടു, എല്ലാവർക്കും സ്വാഗതം, വെൽക്കം. താങ്ക് യു സർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കും. അതായത് സൂര്യ തേജസ് ഒന്ന് പരിചയപ്പെടുത്തിക്കോ. പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, ഇപ്പൊ എവിടെയാണ് പഠിക്കുന്നത്, ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സാർ. ഞാൻ വരുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. എഡ്യൂപോർട്ടുമായിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു CUT-യുടെ +2 പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ആര്യഭട്ട് കോളേജ് സൗത്ത് ക്യാമ്പസ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലാണ് സെക്കൻഡ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത്. യെസ്, ഇനി ദേവനന്ദ. താങ്ക് യു സർ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ദേവനന്ദ JK. ഞാൻ കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിൽ ഗ്രാജുവേഷൻ ചെയ്യുന്നു, ഹിസ്റ്ററി. അപ്പോൾ ഒരാൾ പൊളിറ്റിക്കൽ സയൻസ് ആണ്, രണ്ടും ഉണ്ട്. ഒരാൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്, ഒരാൾ ഹരിയാന യൂണിവേഴ്സിറ്റി. ഒരാൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ സയൻസ് ആണ്, ഒരാൾ ചെയ്യുന്ന ഹിസ്റ്ററിയാണ്. ഞാൻ നിങ്ങളെ അക്കാഡമിക്സ് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തൊക്കെ ചോദിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ ആ CUT ഇത് കൊള്ളാം, അത് ആരൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, എനിക്ക് അറിയില്ല അവിടെ എന്തായാലും ഒന്ന് എഴുതി നോക്കാം, അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതിഗതികൾ നോക്കാം എന്ന രീതിയിലാണോ നിങ്ങൾ ഈ CUT എക്സാമിനെ അപ്രോച്ച് ചെയ്ത്? നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവല്ലോ, എങ്ങനെയായിരിക്കും കോളേജ്, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അവിടെ എത്തിയാൽ എങ്ങനെയായിരിക്കും ക്യാമ്പസ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ കുറെ കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? അറ്റ് ദ എൻഡ് നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കോളേജിൽ ഫസ്റ്റ് ഡേ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഫീലിംഗ് എന്തായാലും ശരിക്കും? സൂര്യദേശ് ഇപ്പൊ സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ഇപ്പൊ ദേവനക്കാട് 1 ഇയർ സീനിയർ ആണ്. അപ്പൊ എന്താ ഫസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? സൂര്യ പറയാം, എന്താണ് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ കോളേജിൽ എത്തി? സാർ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വേണം നമുക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു +1 +2. പിന്നാണ് CUT-യെ പറ്റി അറിയാൻ സാധിച്ചത്. അപ്പോ ഓൾറെഡി ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചാല് എക്സ്പെക്ട് അത്ര ചെയ്തില്ല. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഡൽഹി തന്നെ കിട്ടണമെന്ന്. അത് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. വേറെ ഇതിനു മുമ്പ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജൊക്കെ ആയിരുന്നു, കുറച്ച് 2 മാസം പോയിരുന്നു അവിടെ. പക്ഷെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് എന്റെ മനസ്സ് ഡൽഹിയിൽ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് CUT എഴുതി. പിന്നെ ഫസ്റ്റ് നമ്മുടെ 1 വർഷമായി, ഇപ്പം സാർ പറഞ്ഞ പോലെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് അവിടെ വന്നപ്പോഴേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മഴ ദിവസമായിരുന്നു ഫസ്റ്റ് ഓറിയന്റേഷൻ ഒക്കെ നമുക്ക് നടന്നിരുന്നത്. ഇതേ സമയം ഏകദേശം കഴിഞ്ഞ വർഷം. അപ്പം അവിടെ പുതിയ ആൾക്കാരെ കാണാൻ സാധിച്ചു. അന്ന് പ്രൊഫസേഴ്സിന്റെ അതുപോലെ നമ്മുടെ കൗൺസിലിന്റെ ഒക്കെ ഒരു ഓറിയന്റേഷൻ ആയിരുന്നു അതുപോലെ. അപ്പൊ അവിടെ തൊട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ എല്ലാം നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നോർമൽ ഒരു CUT എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം സബ്ജക്ട് പഠിക്കുന്നതിനെ പറ്റിയല്ല, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതൊക്കെ ഒരു ബേസിക് നോളജ് ചെയ്തൊരു കുട്ടിക്കുണ്ട്. പക്ഷെ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സും ഇതിന്റെ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സും ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് ഇപ്പോഴും. ഇപ്പൊ ഞാൻ തന്നെ പല കാര്യങ്ങൾക്കും ഞാനിപ്പോ പിന്നെ സൂര്യനെ വിളിക്കാറുണ്ട്, അവന്റെ കോളേജിലെ ഫ്രണ്ട്സായി നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സമയം അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കോമ്പിനേഷൻ പരമായ പല സംശയങ്ങളും ഞാൻ ചോദിക്കാറുണ്ട്. കാരണം പലപ്പോഴും CUT അതിന്റെ പല കാര്യങ്ങളും മന്ത്ലി അപ്ഡേറ്റ് ചെയ്യാറ്. ഇപ്പൊ നീ ഒരു CUT അല്ലെങ്കിൽ എക്സാം എഴുതി റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ നടന്ന അഡ്മിഷൻ പ്രോസസ്സ് ഒന്നൊന്ന് കുറച്ച് സ്പീഡിൽ പറയാം, എങ്ങനെയാണ് അതിന്റെ ഒരു അഡ്മിഷൻ പ്രോസസ്? റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ പ്രിഫറൻസ് ലിസ്റ്റ് ഫില്ല് ചെയ്യായിരുന്നു കോളേജുകൾ വെച്ചുകൊണ്ട്. അതായത്
നമുക്കിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ടോട്ടൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 93 കോളേജസ് എടുത്ത് വരുന്നുണ്ട്. അതിൽ യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് കുറച്ചെണ്ണം നോർത്ത് ക്യാമ്പസുകൾ, കുറച്ച് സൗത്ത് ക്യാമ്പസുകൾ, പിന്നെ കുറച്ച് ഓഫ് ക്യാമ്പസുകളായിട്ട് നമുക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പൊ എന്റെ കോഴ്സ് എന്ന് പറയുന്നത് BA പൊളിറ്റിക്കൽ സയൻസ് ആണ്. നമുക്ക് ഫസ്റ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ എഴുതിയ എക്സാമിന്റെ സബ്ജക്റ്റുകൾ നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങോട്ടാണ് എയിം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഹിസ്റ്ററി ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ടോപ്പ് നല്ല ഹിസ്റ്ററി കോളേജസ് നിങ്ങൾക്ക് വേണ്ട കോളേജസിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് സ്റ്റെപ്പാണ്, കാരണം കുറെ ആൾക്കാരോട് സംസാരിക്കേണ്ടി വരും. ചിലപ്പം പലരും പറയും ഓഫ് ക്യാമ്പസുകൾ അത്ര നല്ലതല്ലെന്ന് പറയും. പക്ഷേ ചില കോഴ്സുകൾക്ക് നല്ലതായിട്ടുള്ള ഓഫ് ക്യാമ്പസുകളും ഡൽഹിയിലുണ്ട്. അത് അറിയാതെ പോകുന്നുണ്ട് പലരും. ഡൽഹിയിലെ ഓഫ് ക്യാമ്പസുകൾ വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിസൾട്ട് വന്നു. ഇടപെട്ടോടെ ആ സർ, ചിലർ ചോദിക്കുക എന്താണ് ഈ ഓഫ് ക്യാമ്പസ് എന്നുള്ളത്. ഓഫ് ക്യാമ്പസുകൾ എന്ന് വെച്ചാൽ സാർ ആക്ച്വലി നമ്മുടെ മെയിൻ സ്ട്രീം ഏരിയയിൽ ഇപ്പം ഡൽഹി നമുക്ക് രണ്ടായിട്ട് തിരിക്കുകയാണ്. ഇപ്പൊ നോർത്ത് ഡൽഹി ഉണ്ട്, അതുപോലെ സൗത്ത് ഡൽഹി ഉണ്ട്. നമ്മുടെ ഈ ന്യൂഡൽഹി എന്നൊക്കെ പറയുന്നത് സൗത്ത് ഡൽഹിയുടെ പാർട്ടാണ്. ഇപ്പൊ എന്റെ കോളേജ് മെയിൻ ന്യൂഡൽഹിയിലാണ് വരുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ നോർത്ത് ക്യാമ്പസിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ വിശ്വവിദ്യാലയം എന്നുള്ള സ്ഥലമുണ്ട് നോർത്ത് ക്യാമ്പസിൽ. അവിടെയാണ് ഈ നോർത്ത് ക്യാമ്പസിലെല്ലാം കിടക്കുന്നത്. ഓൾഡ് ഡൽഹിയുടെ പാർട്ടാണ്. ഇപ്പം ജാക്കിർ ഹുസൈൻ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി അതൊരു ഇന്ത്യ ഗേറ്റിന് അടുത്തൊരു മിഡിൽ ഡൽഹിയിലാണ് കിടക്കുന്നത്. അത് പലരും അതിനെ ഓഫ് ക്യാമ്പസ് ആയിട്ട് കൺസിഡർ ചെയ്യും, ചിലർ പറയും നോർത്ത് ക്യാമ്പസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ജാക്കിർ ഹുസൈൻ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കോളേജാണ് ഡൽഹിയിലെ. ഡൽഹിയിൽ കോളേജ് ഇപ്പൊ എന്റെ കോളേജൊക്കെ ആണെങ്കിൽ 2014 വിഭജിച്ച് വരുമായിരുന്നു. രാംലാൽ ആനന്ദ് എന്ന് പറയുന്ന ഒരു കോളേജ്. അത് 1970s ഫൗണ്ട് ചെയ്തതാണ്. അതവിടെ നിൽക്കണം. അപ്പം സൗത്ത് ക്യാമ്പസും നോർത്ത് ക്യാമ്പസും പോരാൻ കുറച്ച് ചിലപ്പോൾ ചില ഏരിയാസ് ഉണ്ട് നമുക്ക് ഡൽഹിയിൽ. അതായത് ഒരു നോർത്ത് ഈസ്റ്റേൺ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ സൈഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോയിഡ പോലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി NCRന്റെ പാർട്ടാണ്, നാഷണൽ ക്യാപിറ്റൽ റീജിയന്റെ. മെയിൻ ഡൽഹി അല്ല, പക്ഷെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആണ് അത്. അപ്പൊ അവിടേക്ക് വരുന്ന കോളേജുകളിലും ഡൽഹി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് മഹാരാജ അഗ്രസൻ കോളേജ്. എന്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവൻ പഠിക്കുന്ന കോളേജും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആണ്. പക്ഷെ അത് ന്യൂഡൽഹിയേക്കാളും ഉത്തർപ്രദേശിനോടാണ് അടുത്ത് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഓഫ് ക്യാമ്പസുകളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പൊ വിവേകാനന്ദ കോളേജ് ഓഫ് ക്യാമ്പസ് ആണ്. അങ്ങനെ പല നോർത്തിലും സൗത്തിലും വരാത്ത ഏതൊക്കെ ഉണ്ട് കോളേജുകളുണ്ടോ അതിനെ ഓഫിലോട്ട് തരംതിരിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ സാർ, അതെ സാർ, പിന്നെ ബാക്കി അഡ്മിഷന്റെ പരിപാടികൾ. അഡ്മിഷന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ BA പൊളിറ്റിക്കൽ സയൻസ് ആണ് നോക്കുന്നത്. ഇപ്പൊ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ രണ്ട് ഡിമാൻഡ് ഉള്ള കോഴ്സുകളാണ് BCom അല്ല BBA, അതുപോലെ തന്നെ BA BCom, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്. ഇതിന് രണ്ടിനുമാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അപ്പം പൊളിറ്റിക്കൽ സയൻസ് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് മോസ്റ്റ് പ്രിഫറബിൾ യു ക്യാൻ ഗോ ടു നോർത്ത് ക്യാമ്പസ് അല്ലെങ്കിൽ സൗത്ത് ക്യാമ്പസിൽ ഇപ്പം വെങ്കടേശ്വര കോളേജ് ഉണ്ട്, അതുപോലെ രാംലാൽ ആനന്ദ് കോളേജ് ഉണ്ട്. ഇതൊക്കെ വളരെ ഫേമസ് കോളേജുകളാണ്. ഇപ്പൊ നോർത്തിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദു കോളേജ്, NIRF റാങ്കും NAC അക്രഡിറ്റേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദു കോളേജ്, അതുപോലെ രാംജാസ്, അതുപോലെ സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ഇതൊക്കെ വളരെ ഫേമസ് കോളേജുകളാണ്. അപ്പൊ നമ്മൾ പ്രിഫറൻസ് ലിസ്റ്റ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ നോക്കല്. ഇപ്പം എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ല, അപ്പം എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുകളായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ചെറിയൊരു ക്യാമ്പസ് എടുത്ത് നമ്മുടെ പ്രിഫറൻസ് ലിസ്റ്റിൽ ഫസ്റ്റിൽ കൊണ്ടുവെക്കല്ലേ. അങ്ങനെ നമുക്ക് ഒരിക്കലും അഡ്മിഷൻ കിട്ടാൻ അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയോ, പക്ഷെ നിങ്ങളുടെ പ്രിഫറൻസ് ഇപ്പം എന്റെ മാർക്ക് 500 മാർക്ക് മാത്രമാണെങ്കിലും എന്റെ പ്രിഫറൻസ് ഫസ്റ്റ് ഹിന്ദു കോളേജ് ആയിരിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹിന്ദു കോളേജ് ഫില്ല് ചെയ്യണം, അത് കഴിഞ്ഞ് രാംജാസ് കോളേജ് ഫില്ല് ചെയ്യണം. അങ്ങനെ നമുക്കൊരു ഏകദേശം പൊളിറ്റിക്കൽ സയൻസ് ഓഫർ ചെയ്യുന്ന എത്ര കോളേജ് ഉണ്ടോ അത്രയും കൺസിഡർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ ഫില്ല് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് നോർത്ത് ഹിന്ദു കോളേജ് വെച്ചു, രാംജാസ് വെച്ചു, അങ്ങനത്തെ കോളേജുകൾ പ്രിഫർ ചെയ്തു, പിന്നെ അരിഭട്ട് വെച്ചു. അപ്പം അവർക്ക് നമ്മുടെ ലിസ്റ്റ് മൊത്തം ചെക്ക് ചെയ്തിട്ട് നമ്മുടെ മാർക്ക് എവിടെയാണോ അലോട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടോട്ട് നമുക്ക് സീറ്റ് അലോട്ട് ചെയ്ത് തരികയാണ് മെയിൻലി ചെയ്യുന്നത് ഫസ്റ്റ് ഫേസിൽ. ഇപ്പൊ നമുക്ക് സെലക്ഷൻ പ്രോസസ് തന്നെ 3 ഫേസ് ആയിട്ട് തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ അഡ്മിഷൻസ് നമുക്ക് അവിടെ തന്നെ എടുക്കാനുള്ള സാധ്യതയുണ്ട്, ഡൽഹി വന്ന് തന്നെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓൺലൈനിൽ 3 ഫേസ് ആണ് വന്നിട്ടുള്ളത്. സ്പോട്ട് അഡ്മിഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം 4ാമത്തെ ഫേസിൽ. യെസ്, അപ്പൊ ആ രീതിയിൽ അഡ്മിഷൻ പ്രോസസ്. അപ്പൊ ഇപ്പം സൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ എന്നോട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യം, പിന്നെ ഇവർ ഈ കോളേജിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, ലാസ്റ്റ് എടുത്ത മാർക്ക് എത്രയാണെന്നോ. അപ്പൊ ഞാനോട് പറഞ്ഞു ഒരിക്കലും ആ മാർക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. കാരണം ഓരോ വർഷം കട്ട് ഓഫ് മാർക്ക് എന്ത് ചെയ്യാറുണ്ട്, മാറി മാറി വരാറുണ്ട്. അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് എന്ത് ചെയ്യരുത്, എനിക്ക് അത്ര മാർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അതിൽ പലരും അങ്ങനെ ആ ഒരു കൺഫ്യൂഷന്റെ ആവശ്യം എന്തിനു വരുന്നില്ല, CTക്ക് വരുന്നില്ല. നമുക്ക് എത്രത്തോളം പ്രിപ്പയർ ചെയ്ത് എത്രത്തോളം മാക്സിമം നന്നായി വർക്ക്ഔട്ട് ചെയ്ത് എക്സാം എഴുതാൻ കഴിയും, നിങ്ങൾ അതിലാണ് എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമതൊരു ചോദ്യം ഞാൻ വീണ്ടും, പിന്നെ ഇപ്പൊ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവണം. പിന്നെ ഇവിടെ സ്റ്റേറ്റ്സ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്.
പിന്നെ വൈ ചൂസ് എന്തെങ്കിലും ഞാൻ എന്തിന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം? ഞാൻ അതിൽ ഉത്തരമൊന്നും പറയുന്നില്ല. അതിപ്പോ നിങ്ങൾ 2 വർഷക്കാലം ഇപ്പം സൂര്യയും അവിടെ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ദേവനന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയും. ദേവനന്ദ ഷുവർ സർ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന എന്ന് പറയുമ്പോൾ ഒരു വളരെ പുതിയൊരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു പുതിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ അതിൻ്റെതായ കുറെ എന്താ പറയാ മീൻസ് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. അതേപോലെ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ലിസ്റ്റിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ മീൻസ് ഈ കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏകദേശം ഡൽഹി യൂണിവേഴ്സിറ്റീന്റെ ഈ ഒരു റേഞ്ച് തന്നെ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ്. അതേപോലെ നമ്മുടെ ഡൽഹി NCRൽ വരുന്നതാണ്. കാരണം ഹരിയാന എന്ന് പറയുമ്പോൾ സൗതേൺ ഹരിയാനയിലാണ് നമ്മൾ ഉള്ളത്. ഈ മഹേന്ദ്രഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന സ്ഥിതി ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയാണ്. അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ലൈക്ക് ഗുണങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നാമത് ക്യാമ്പസ്. ഈ അവിടെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ ചൂസൺ സ്റ്റുഡൻസ് ആയിരിക്കും. ലൈക്ക് CUET എഴുതി വളരെ നല്ല സ്കോർ, നല്ലൊരു കട്ട് ഓഫ് കൊണ്ടുവരുന്ന കുട്ടികളായിരിക്കും നമ്മുടെ ബാച്ച്മേറ്റ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ ഉണ്ടാവുക. സോ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് കമ്പീറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി നല്ലൊരു ടോപ്പർ ആണെങ്കിൽ നമ്മൾ തന്നെയാണ് ടോപ്പർ. പക്ഷെ ഈ ഒരു സറൗണ്ടിങ്സിൽ വരുമ്പോൾ എവ്രി വൺ വിൽ ബി എ ടോപ്പർ. സോ നമ്മൾ എന്താ പറയാ കമ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഗുണം ഉണ്ടാവും. അതേപോലെ പ്രൊഫസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ 7 to 8 മാസ്റ്റർ ഡിഗ്രീസ് ഒക്കെ ഉള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും. സോ ദർ ബി മീൻസ് വെൽ പ്രിപ്പയർഡും അതേപോലെ തന്നെ നല്ല ക്ലാസ്സസും ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുക ലക്കി തിങ്. നിങ്ങളെ രണ്ടുപേരുടെയും ക്ലാസ് റൂമിൽ എത്ര മലയാളികളുണ്ട്? എന്റെ ക്ലാസ്സിൽ ഞാനേ ഉള്ളൂ, എന്റെ ബാച്ചിൽ ഞാനേ ഉള്ളൂ. സൂര്യയുടെ ക്ലാസ്സിലോ? എന്റെ ക്ലാസ്സിൽ ഞാൻ അല്ലാതെ വേറൊരാളുണ്ട് സർ. ഭാഗ്യം, നിനക്ക് ഒരാളെ കമ്പനി കിട്ടിയില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു ഇപ്പൊ പലരുടെയും രണ്ടാമതൊരു കൺസെപ്റ്റ്. ഇപ്പൊ പുറത്തു പോയി പഠിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ പക്ഷെ പലരും ചൂസ് ചെയ്യുന്നത്, ചില ആൾക്കാർ ബാംഗ്ലൂർ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബാംഗ്ലൂരൊക്കെ എനിക്ക് തോന്നുന്നു വെറുതെ ചൂസ് ചെയ്യുന്നതായിരിക്കും പലരും പുറത്ത് പഠിക്കാനുള്ള. അപ്പൊ എന്റെ ഒക്കെ സറൗണ്ടിങ്സിലൊക്കെ ഞാൻ ഒരുപാട് സ്റ്റുഡൻസ് കണ്ടിട്ടുണ്ട് 2-3 വർഷം പഠിച്ച് ഇഷ്ടംപോലെ അരിയേഴ്സ് ആയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ നാട് വിട്ടൊന്ന് പുറത്ത് പോകണം എന്ന ആഗ്രഹത്തിൽ പഠിക്കുന്ന ആൾക്കാർ. അത് വലിയൊരു ഫീസ് കൊടുക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ നിങ്ങളെ കോഴ്സ് ഫീസ് എത്രയാണ് വരുന്നത് ശരിക്കും? ഇപ്പൊ എത്ര ഫീസ് വരുന്നത് ഈ സെമസ്റ്ററിൽ നിനക്ക് സൂര്യക്ക്? എനിക്ക് സാർ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ഇയർ സെമസ്റ്റർ വൈസ് അല്ല, ഇയർ വൈസ് ആണ്. അപ്പൊ നമുക്ക് കുറഞ്ഞാണ് വരാറ് പൊതുവെ ഫീസ്. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഇയർലി ഫീസ് വന്നിട്ട് ഏകദേശം 17,000 രൂപയായിരുന്നു ഒരു വർഷത്തേക്ക്. 17,000 ഒരു വർഷത്തേക്ക്. അതെ, ഇതിനിപ്പോ ഇനിയും ഈ വർഷത്തെ അതിനും കുറവായിരുന്നു, 15 അടുത്തേ ഉള്ളായിരുന്നു. പിന്നെ അടുത്ത തേർഡ് ഇയർ ആകുമ്പോൾ കുറച്ചുകൂടെ കുറയും. പിന്നെ ഫോർത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും കുറയും. അറൌണ്ട് ഒരു 13,000-35,000 പരിപാടി കഴിഞ്ഞു. 3 years 4 years വരെ നോക്കുകയാണെങ്കിൽ അത്രയൊക്കെ. ഞാൻ എന്തിനാണ് ഇപ്പൊ ഫീസിന്റെ കാര്യം ചോദിച്ചത്? പലരും കൺസേൺ ചെയ്യുന്ന ഒരു സാധനം ഫീസാണ്. നിങ്ങൾ ഇപ്പോഴും മനസ്സിലായി. ഞാനിപ്പോ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ മുകളിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒരു നോർമൽ ഹോട്ടലും ഉണ്ട്, ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്. നമ്മൾ ഏതാ ചൂസ് ചെയ്യാം? ഒരു 5 സ്റ്റാർ ഹോട്ടൽ ചൂസ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ടും പിന്നെ നമ്മൾ എന്തിനാ നോർമൽ ഹോട്ടലിലേക്ക് പോകണം? അതാണ് ശരിക്കും നമ്മൾ ഈ ഒരു സാധ്യതയെ പറ്റി നമ്മൾ അറിയാത്ത ഒരു വിഷയമാണ് വരുന്നത്. അത്രത്തോളം ഇപ്പൊ നമ്മുടെ ദേവ പറഞ്ഞ പോലെ അത്രത്തോളം ബ്രൈറ്റ് ഫാക്കൽറ്റീസ് ഉള്ള, അത്രത്തോളം ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ് ഉള്ള. ആൻഡ് അബൌട്ട് എങ്ങനെയാണ് കോളേജ്, പിന്നെ ഒരു ക്യാമ്പസ് എങ്ങനെയാണ് ഫീലിംഗ് വരുന്നത് നിങ്ങൾക്ക്? ഒരു ക്യാമ്പസ് ഒക്കെ പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ കോളേജിലെ നാട്ടിലൊരു ക്യാമ്പസും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്യാമ്പസും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, റാഗിങ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളുടെ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഈ ആന്റി റാഗിങ് ക്യാമ്പസ് ആണ്. സോ അങ്ങനെ ഉള്ളൊരു കേസും അവിടെ ഇല്ല. പിന്നെ എല്ലാ ആന്റി റാഗിങ് ഫോം ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമാണ് മീൻസ് UGC ഇത് പ്രകാരം തന്നെ. അപ്പൊ അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പ്രൊവോസ്റ്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി പിന്നെ യൂണിവേഴ്സിറ്റി ലെവലിൽ തന്നെ പുറത്താക്കപ്പെടും. സോ അങ്ങനെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? അപ്പൊ ചില ആളുകൾക്ക് കൺസേൺ ഉണ്ടാവും അങ്ങനെ ഒരു കാര്യം. കാരണം നാട് വിട്ട് പോവാണ്. ഇപ്പൊ ഹരിയാന എന്നൊക്കെ അല്ലെങ്കിൽ ഡൽഹി എന്ന് പറയുമ്പോൾ എവിടെ എത്തി? അത്രയും യാത്ര ചെയ്യുന്ന സമയം നമുക്ക് അവിടെ ദുബായ് എത്താം. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞ് അവിടെ അത്തരം സ്ഥലങ്ങൾക്ക് പോയി പഠിക്കുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടാവുമോ? അപ്പൊ അങ്ങനത്തെ ഒരു യാതൊരു പേടിന്റെ ആവശ്യമില്ല അല്ലെ? ഇപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം, ഞാനിവിടെ ദേവണ്ടായോട് ചോദിക്കുമ്പോൾ ലേഡീസിന് ഹോസ്റ്റലും അല്ലെങ്കിൽ ഗേൾസിന് അങ്ങനത്തെ ഒരു ഹോസ്റ്റലും സൗകര്യങ്ങളൊക്കെ എന്താണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന എന്ന് പറയുമ്പോൾ അവിടെ ബോയ്സിന് ഹോസ്റ്റൽ കിട്ടിയിട്ടില്ലെങ്കിലും ഗേൾസിന് നിർബന്ധമായിട്ട് അവർ കൊടുക്കും. അവിടെ ഞാനിപ്പോ താമസിക്കുന്ന ഹോസ്റ്റൽ APJ ഹോസ്റ്റൽ, അത് 3-4 വർഷം മുന്നേ അതൊരു ബോയ്സ് ഹോസ്റ്റൽ ആയിരുന്നു. പക്ഷെ ബോയ്സിനെ മുഴുവനും ഒഴിച്ചിട്ട് മീൻസ് ഗേൾസിന് വേണ്ടി ആ ഹോസ്റ്റൽ മാറ്റിയിട്ടുണ്ട്. സോ ഗേൾസിന് അവിടെ 100% കിട്ടും. എങ്ങനെയാണെങ്കിൽ ഗേൾസിനെല്ലാം സെറ്റാന്ന് പറഞ്ഞ എന്റെ അഭിപ്രായം. ഞാൻ സാറ് ഇപ്പൊ ഒരു ഫ്ലാറ്റിലാണ്, PG അല്ല, ഒരു ഫ്ലാറ്റ് എടുത്ത് ഞാനും എന്റെ ബീഹാറിൽ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്.
അതെ അതെ. നീ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എത്ര പേരുണ്ട് അവിടെ? അല്ല, ഒരാളും കൂടെ ഉള്ളു. ഒരു ബീഹാർ എന്നുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവനും ഞാനും. ഓക്കെ, എങ്ങനെയുണ്ട് വേറൊരു നാട്ടിലെ ഫ്രണ്ട് ആയിട്ട് ഒരു പുതിയൊരു സർക്കിളിലേക്ക് എത്തിയപ്പോ? ഞാൻ ഫ്രണ്ട് സർക്കിളിൽ ഒരു സ്ഥിതി എന്താണ് അവിടെ? അപ്പൊ നിങ്ങൾ രണ്ടുപേരോടാണ്, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അതനുസരിച്ച് ഒരു ഫ്രണ്ട് സർക്കിൾ നമുക്ക്, കാരണം ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ കണ്ട ഒരു എന്താണ് ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മൾ വേറൊരു പുതിയ സ്ഥലത്തേക്ക്, അവരൊക്കെ ആണെങ്കിൽ വിവിധ എൻറ്റയർ ഡിഫറെന്റ് കൾച്ചറിൽ വന്ന് നിങ്ങൾ ഒരു ടീമാകുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ നമ്മളോട് ഫ്രം മലയാളീസിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്? മലയാളീസ് ആക്ച്വലി എന്റെ ക്യാമ്പസിൽ വളരെ കുറവാണ് സാർ. ഇപ്പം എന്റെ ക്ലാസ്സിലാണ് പൊളിറ്റിക്കൽ സയൻസിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഏകദേശം 4 മലയാളീസ് ആണ് ടോട്ടൽ ഡിപ്പാർട്ട്മെന്റ് മൊത്തം. 4 വർഷം 4 മലയാളീസ് ഉള്ളൂ. ബാക്കി എല്ലാം എനിക്ക് തോന്നുന്നു കോളേജിൽ ഏകദേശം 3000 സ്റ്റുഡൻസിൽ ഏകദേശം വന്നിട്ട് 10 താഴെ പോലും ഇല്ല മലയാളീസ്. അത്ര വളരെ ഉള്ളവർ. അതിനകത്ത് റെഗുലർ ആയിട്ടുള്ള അതിലും കുറവാണ് ആൾക്കാർ. അപ്പൊ നമ്മളെ ആക്ച്വലി നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് ഫോഴ്സ് ചെയ്യാണ് ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ, മറ്റുള്ള ആൾക്കാരോട്, നോൺ മലയാളീസിനോട്. നമ്മുടെ എക്സിസ്റ്റൻസിന് അതേ ഉള്ളൂ എന്താ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് മലയാളീസിനോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റത്തില്ല, സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല ക്യാമ്പസിൽ. അപ്പൊ നമ്മൾ ഫോഴ്സ്ഡ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ആദ്യ സമയത്ത് എന്റെ അടുത്തുള്ള ഒരു കോളേജിൽ നിന്നുള്ള ഒരു മലയാളി ആളോടാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് പിന്നെ ചില സാഹചര്യങ്ങളായിട്ട് ആ സ്ഥലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അവിടെ ഞാൻ മാറേണ്ടി വന്നു. അപ്പൊ എന്റെ ക്ലാസ്മേറ്റിനോടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം അവൻ വളരെ നല്ലൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കൂടുതൽ അറ്റാച്ച്. ഇപ്പൊ ഞാൻ പുതിയൊരാളുമായിട്ട് നമ്മൾ താമസിക്കുകയാണ്. അപ്പൊ ഏകദേശം ഞാൻ ഒരു 6 മാസമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട് ഫ്ലാറ്റില്. വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആളാണ് പുള്ളി. നമ്മളങ്ങനെ പുതിയ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇപ്പം മലയാളം തന്നെ ഞാൻ ഡൽഹിയിൽ ഇപ്പൊ പോയാൽ സംസാരിക്കാൻ നമുക്ക് സമയം, കാരണം ആരും ഇല്ല നമുക്ക് സംസാരിക്കാൻ. ഇപ്പൊ വീട്ടിലാണെങ്കിൽ വല്ലതും ഹിന്ദി, അവിടെ പോയാലും ഹിന്ദി ഓർ ഇംഗ്ലീഷ്. അത് തന്നെ നമുക്കൊരു ഇതാണ്, പുതിയൊരു ഒരു ലാംഗ്വേജ്. ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള അതെ സംഭവം. ഇപ്പൊ എന്തായാലും ബേസിക്കലി നിങ്ങൾ രണ്ടുപേരെ ഹിന്ദിയും ഇംഗ്ലീഷും നിങ്ങൾ ആ 3 വർഷം അവിടെ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക്, 4 വർഷം പഠിച്ചിറങ്ങുമ്പോഴേക്ക് എന്തായാലും തോറായിരിക്കും അല്ലെ? ആ രീതിയിലേക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അതെ, എന്താണ് ഡേവിഡ് എക്സ്പീരിയൻസ്? അതെ, ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നിന്നിട്ട് രാജസ്ഥാനിലെ മെവാത്തിയും അതേപോലെ ഹരിയാനയിലെ ഹരിയാണവിയും പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ ലാംഗ്വേജസ് അല്ലെ? അതെ, ശരിക്കും ക്ലാസ്സിലൊക്കെ പറയുമ്പോ ചിലപ്പോ മലയാളം പറയാൻ വേണ്ടി കൊതിച്ചു പോകും. അങ്ങനെയാ. കാരണം എന്റെ ക്ലാസ്സിൽ ഒരു സൗത്ത് ഇന്ത്യൻസ് പോലും ഇല്ല എന്റെ ക്ലാസ്സിൽ. PG കോഴ്സസിലുണ്ട് മലയാളീസ് ഉണ്ട്, പിന്നെ വേറെ സൗത്ത് ഇന്ത്യൻസും ഉണ്ട്. പക്ഷെ UG കുറവാണ്. പിന്നെ എന്റെ ബാച്ചിൽ ഞാനേ ഉള്ളൂ. എന്താണ് ഇപ്പൊ ഈ മലയാളികൾ അവിടെ എത്താത്തത്? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നപ്പോ? നിങ്ങളവിടെ ഇപ്പൊ എന്തായാലും ചിലപ്പോ ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടല്ലോ, എന്താണ് മലയാളീസിന്റെ എണ്ണം കുറവ്, നമ്മള് കേരളത്തിലെ കുട്ടികൾ എന്താ സെൻട്രൽ യൂണിവേഴ്സിറ്റി എത്താത്തത്, അല്ലെങ്കിൽ ഡൽഹി പോലത്തെ അല്ലെങ്കിൽ ഹരിയാനയിൽ അവിടെ ഒന്നും എത്താത്തത് എന്താ? ഒന്നാമത് ലൈക്ക് റീജിയൻ ടു റീജിയൻ ഡിഫറെന്റ് ആണ്. ലൈക്ക് കുറെ ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ CUET എഴുതിയിട്ട് കിട്ടുക എന്ന് പറയുമ്പോ ലൈക്ക് പ്രിപ്പറേഷന്റെ കുറച്ച് ലാക്കിംഗ് കൊണ്ടും ആയിരിക്കാം. എന്താണ് സൂര്യക്ക് എന്താ തോന്നുന്നത്? സാർ, ഇപ്പം നമുക്ക് CUET വരുന്നതിന് മുമ്പ് ഡൽഹി യൂണിവേഴ്സിറ്റി വളരെ അത്യാവശ്യം നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ മലയാളികളായിരുന്നു. അതിന്റെ ഒരു പറയുകയാണെങ്കിൽ ഇപ്പൊ ഹിന്ദു കോളേജില് പൊളിറ്റിക്കൽ സയൻസിന് 2 ഡിവിഷനാണ് ഉള്ളത്. ഹിന്ദു കോളേജിൽ ഇന്ത്യയിലെ നമ്പർ 1 കോളേജുകളിൽ ഒന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അവിടെ 2 ഡിവിഷൻ ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ സയൻസിന്. അതിനകത്ത് 30 പേരുള്ള ക്ലാസ്സിൽ 29 പേര് ഒരു ക്ലാസ്സിൽ മലയാളീസ് ആയിരുന്നു. അപ്പൊ അത്രയും ഹ്യൂജ് നമ്പർ മലയാളി പിള്ളേരുണ്ടായിരുന്നു നമുക്ക് ഇവിടെ. അതിനുശേഷം CUET വന്നതിന് പിന്നാണ് ഇതിന് വലിയൊരു ഡിക്ലൈൻ വന്നു തുടങ്ങിയത്. കാരണം നമ്മുടെ കേരള സിലബസിലെ മാർക്കും അതുപോലെ ഇപ്പം വേറെ ബീഹാർ ബോർഡ് അല്ലെങ്കിൽ ഡൽഹി ബോർഡ്, ഹരിയാന ബോർഡ്, ഇവരുടെയൊക്കെ മാർക്ക് തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഡൽഹി എനിക്ക് തോന്നുന്നു CBSE മാത്രമേ ഉള്ളൂ തോന്നുന്നു. എനിക്ക് ഡൽഹി സ്റ്റേറ്റ് ബോർഡ് ഒന്നും തോന്നുന്നില്ല. അപ്പോ ഇവരുടെ ഈ CBSE സ്കോർ ചെയ്യുന്ന മാർക്കും സ്റ്റേറ്റിൽ സ്കോർ ചെയ്യുന്ന മാർക്കും തമ്മിൽ നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമുക്ക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ അഡ്മിഷൻസ് അലോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ കേരളത്തിൽ നിന്ന് നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ CUET ഒരു സെൻട്രലൈസ്ഡ് എക്സാമിലോട്ട് വന്നപ്പോ പിന്നെ അവിടെ ഒരു പോപ്പ് ചെയ്യാൻ നമ്മുടെ ആൾക്കാർക്ക് അത്ര ഒരു പറ്റിയില്ല. അതാണ് ഒരു കാര്യം, മെയിൻ കാര്യം. കോമ്പറ്റീഷൻ ലെവലിലേക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ നമ്മളുടെ എബിലിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അതെ. അതിപ്പോ ഈ +2 എക്സാമിന്റെ ടൈമിൽ നമ്മൾ NCERT അല്ല കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഓൾസോ SCERT അല്ല. നമ്മള് കുറുക്ക് വഴികൾ നോക്കുന്ന ഒരു മലയാളികൾ ശീലമാണല്ലോ. അപ്പൊ ഗയ പഠിച്ചാൽ മതിയോ, എക്സൽ വെച്ച് പഠിച്ചാൽ മതിയോ എന്നൊക്കെ പറയാറുണ്ട്. സോ ഫോർ +2 എക്സാമിനേഷൻസ് ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു CUET ക്രാക്ക് ചെയ്യുന്നതാണെങ്കിൽ NCERT കൂടെ ഈ ഗൈഡ് ബുക്സും കൂടി പഠിക്കണം എന്നാണ്, അല്ലാതെ ഗൈഡ് ബുക്സിന്റെ കൂടെ NCERT പഠിക്കണം എന്നല്ല.
സോ ആ ഒരു കാര്യം +2 ലെവൽ മുതലേ നമ്മൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ ശരിക്കും ഡേ 1 മുതൽ കുട്ടികൾ പറഞ്ഞ സാധനം NCERT ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ചോദിക്കും കണ്ടന്റ് രണ്ടും സെയിം അല്ലേ? പക്ഷെ CBSE ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എന്താ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളത് ആ സിലബസിന്റെ ഉള്ളത് ഏത് ചോദ്യവും എങ്ങനെയും ചോദിച്ചേക്കാം. അപ്പൊ ശരിക്കും പൊളിറ്റിക്സിന് സൂര്യക്ക് പൊളിറ്റിക്സ് എത്ര മാർക്ക് തരണം? സാർ CUT CUTക്ക് എനിക്ക് ഫുൾ ഉണ്ടായിരുന്നു 200. അപ്പൊ നിങ്ങളിപ്പോ വീഡിയോ കാണാതെ ശ്രദ്ധിക്കുക, 100-ൽ 100 മാർക്ക്, അതായത് ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അങ്ങനെ ഫുൾ മാർക്ക് വാങ്ങി അവിടെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യാം. ഇപ്പൊ ഡൽഹിയിലാണെങ്കിൽ ഇപ്പൊ നിലവിൽ നോക്കുന്നത് ലാംഗ്വേജും അതുപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റും മാത്രമല്ലേ? ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നോക്കുന്നുണ്ട് അവര്? ഇല്ല, ജനറൽ ഡൽഹി ഇപ്പൊ ഈ വട്ടം നോക്കിയിട്ടില്ലായിരുന്നു. ഈ വട്ടം നോക്കിയിട്ടില്ല. അപ്പൊ ഈ വർഷത്തേല് പുതിയ അപ്ഡേറ്റ് വന്നില്ല, നിലവിലെ വെബ്സൈറ്റിൽ കാണില്ല. ഇപ്പൊ ഇവിടെ ഹരിയാനയിലും അങ്ങനെ നോക്കുന്നുണ്ടോ? ജനറൽ നോക്കുന്നുണ്ട് അല്ലെ? യെസ്. അപ്പൊ ഇതാണ് ഇത് പ്രത്യേക. അപ്പൊ നിങ്ങൾ രണ്ട് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയതും വന്നത് നല്ല വേറൊരു ഉപകാരം. കാരണം പല ആളുകളും ഒരു യൂണിവേഴ്സിറ്റി മാത്രം എയിം ചെയ്തിട്ട് ചിലപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാതിരിക്കും. അങ്ങനെ എഴുതാതിരിക്കുമ്പോൾ പ്രശ്നം എന്താ, വേറെ യൂണിവേഴ്സിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പൊ നിങ്ങൾ ഏറ്റവും മിനിമം ലാംഗ്വേജും നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ അതിനെ കൊണ്ട് എഴുതൽ ഒരു മാൻഡേറ്ററി സബ്ജക്റ്റ് ആയി തന്നെ നിങ്ങൾ കണക്കാക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിവിധതരം യൂണിവേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരേ സമയം അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ എവിടെ മാത്രമായിരിക്കും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിപ്പോകും. അങ്ങനെ ഒതുങ്ങി പോകുമ്പോൾ ഒരുപാട് കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റി ഒരുപാട് കോളേജ് നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ അവിടേക്കുള്ള ഒരു അപ്ലിക്കേഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ പോകും. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും നേരം ചോദിച്ചൊക്കെ ജനറൽ കാര്യങ്ങളാണ്. കാരണം എത്രയോ കുട്ടികൾ ഇതിനറിയപ്പെടാൻ ഇങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നത് ഈ കാര്യത്തെ പറ്റി ഇപ്പോഴും ഒരുപാട് കൺഫ്യൂഷൻ. എനിക്ക് നിരന്തരം പല മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇനി അടുത്ത ഞാൻ ചോദിക്കാൻ നിങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പം പിന്നെ സൂര്യ, നീ ഏത് രീതിയിലാണ് നിന്റെ CUT പ്രിപ്പറേഷൻ? ഇപ്പൊ ഞാൻ ചോദിക്കാറപ്പോ ഒരു കുട്ടി എനിക്ക് നല്ല മെസ്സേജ്, സാറേ ഞാൻ +2 കഴിഞ്ഞിട്ട് CUT പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ ഒരിക്കലും പേഴ്സണൽ എന്ത് പ്രിഫർ ചെയ്യില്ല. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ CUTക്ക് വേണ്ടി ഒരു വർഷം നിങ്ങൾ മാറ്റി വെക്കാൻ ഞാൻ ഒരിക്കലും പേഴ്സണലി പ്രിഫർ ചെയ്യില്ല. +2ന്റെ കൂടെ തന്നെ CUT പ്രിപ്പയർ ചെയ്യണം. അല്ല അതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് അച്ചീവ് ചെയ്ത ആൾക്കാരുടെ പറയും. ആദ്യം സൂര്യ, നീ എന്റെ ആ ഒരു സ്റ്റഡി പഠന രീതികളൊന്ന് പറയുന്നു. സാറേ, എന്റെ പഠന രീതി ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്ക് പറയാൻ കൊടുക്കാതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ആ +2ന്റെ ലാസ്റ്റ് ടൈം സമയം തൊട്ടാണ് നോക്കുന്നത് CUTക്കുള്ള. ആഗ്രഹം ഉണ്ടായിരുന്നു CUT എഴുതണം എന്നൊക്കെ. പക്ഷെ നമുക്ക് എന്തോ റീസൺസ് കാരണം നമ്മൾ ഈ ഇപ്പൊ ദേവനന്ദ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സിലബസിൽ ഞാൻ 2 വർഷം പഠിച്ചിട്ടുള്ളൂ. അത് +1 +2 ആണ്. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് എക്സാം ഓറിയന്റഡ്, അതായത് കേരള സ്റ്റേറ്റിന്റെ ബോർഡിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് അവർ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്നത് നമ്മളെ. ഇപ്പൊ ഗേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ കൈൻഡ് ഓഫ് ഗൈഡ്. അതൊരു NCERTയുടെ ഒരു 10-ൽ 1 പോലും വരത്തില്ല നമുക്ക് വേണമെങ്കിൽ പറയാം. അതൊരു ഗൈഡാണ്. അതിനകത്ത് അവര് തന്നെ പറയും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഏതൊക്കെയാണ് ആവശ്യമില്ലാത്തത്. അപ്പൊ നമുക്ക് അത് ഓറിയന്റഡ് മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. ഇവൻ പലരും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയാണ് എക്സാം എഴുതാറുള്ളത്. അപ്പം ആരും ടെക്സ്റ്റ് ബുക്ക് പോലും വായിക്കാറില്ല. അതാണ് മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ NCERT എന്ന് പറഞ്ഞൊരു വാസ്റ്റ് സീ പോലെയാണ്. അപ്പൊ അത് നമുക്കൊരു വർഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ സിലബസ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഹിസ്റ്ററിയുടെ സിലബസ് ഈസി ആയിട്ട് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. നല്ലോണം പഠിക്കാൻ ആഗ്രഹമാണെങ്കിൽ ഒരു +1 +2 തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ലോണം. അപ്പൊ CBSE അതൊരു നല്ലൊരു ഇതാണ്. CBSE കുട്ടികൾക്ക് NCERT ആണ് അവരുടെ മെയിൻ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ് ഓഫ് ദി ഇയർ. പക്ഷെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നു, അതിനുശേഷം വീണ്ടും പ്രിപ്പറേഷന്റെ ടൈമിൽ NCERT വായിക്കുന്നു. ഞാൻ ഏകദേശം ഒരു 2 months മാത്രമാണ് എടുത്ത് പ്രിപ്പയർ ചെയ്തത്. NCERT ആ ടൈമിൽ മൊത്തം എല്ലാത്തിനും വായിച്ചു കഴിഞ്ഞിരുന്നു. അത് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു ആക്ച്വലി. ആ ടൈമിൽ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ പോയി. അപ്പൊ ആ ടൈമിൽ എല്ലാം കൂടെ മാനേജ് ചെയ്യാനും പിന്നെ എജുപോർട്ടിന്റെ ക്ലാസ്സും ഉണ്ടായിരുന്നു, നിങ്ങളുടെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ. അതെല്ലാം കൂടെ കോപ്പറേറ്റ് ചെയ്ത് പോകാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു ചെറിയ ടൈം ഇല്ലായിരുന്നു നമുക്ക്. 2 മാസം എന്ന് പറയുമ്പോൾ വളരെ ഈ എല്ലാ 4 കോറും പിന്നെ ജനറൽ സ്റ്റഡീസും ഇംഗ്ലീഷും എല്ലാം കൂടെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ടൈം കിട്ടത്തില്ല. അത് വലിയൊരു ഫാക്ട് ആണ്. അതുകൊണ്ട് എനിക്ക് ഒരു ചെറിയൊരു അഡ്വൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് +2 തൊട്ട് നമ്മൾ തുടങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. +2 സ്റ്റാർട്ടിംഗ് ഓൺവേർഡ്സ് തുടക്കാന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമായിരിക്കും. കാരണം അലോങ് വിത്ത് നമ്മുടെ ക്ലാസ്സിലെ സ്റ്റഡീസ് പോകുന്നുണ്ട്. അതേ കാര്യത്തെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പഠിക്കാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് വലിയൊരു ബേർഡൻ ആയി തോന്നില്ല. കാരണം ഓൾറെഡി ഇതിന്റെ ഒരു ലെയർ നമ്മളെ ക്ലാസ് ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും. നമ്മുടെ പ്രിപ്പറേഷൻ കൂടി അതിലേക്ക് പോകുമ്പോൾ സൂര്യ പറഞ്ഞ പോലെ ആ കണ്ടന്റിൽ നമുക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും. ഇപ്പോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് +2 ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണ്. പലപ്പോഴും നിങ്ങളൊരു എക്സാം ലെവലിലേക്ക് അല്ലെങ്കിൽ എക്സാമിൽ മാർക്ക് കിട്ടാൻ വേണ്ടി പലപ്പോഴും ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം പലപ്പോഴും പഠിപ്പിച്ച ഒരാളാണ്. അത് സൂര്യ പറയാൻ മെയിൻ ഉദ്ദേശം എന്താ, ബോർഡ് എക്സാമിൽ മാർക്ക് കിട്ടുക എന്നുള്ള ലക്ഷ്യമാണ്. നേരെ മറിച്ച് CUT ലെവലിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ രീതിയിലേക്ക്. പക്ഷെ പിന്നെ സൂര്യ പറഞ്ഞ 2 പോസിറ്റീവ് വശം ഉണ്ട്. അതായത് വെറും 2 മാസം കൊണ്ടും നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് പഠിച്ചെടുത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അവൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്,
ഇതുപോലെ അവന്റെ ഒരു ചിലപ്പോൾ 2 വർഷക്കാലം അവൻ സോറി 2 മാസം കൊണ്ട് അവൻ എടുത്ത സ്ട്രഗിൾ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞ അഡ്വൈസ് എന്ത് ചെയ്തത് കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായി റിലാക്സ് ചെയ്ത് ചെയ്യാൻ കഴിയും പഠിക്കാൻ കഴിയുന്നത്. ദേവാനന്ദ ഏത് രീതിയിലാണ് പഠിച്ചത്? ഞാൻ ഡൊമൈൻസ് മീൻസ് +2 കൂടെ തന്നെയാണ് പഠിച്ചത്. പക്ഷേ ഈ ഇംഗ്ലീഷും അതേപോലെ GATയും ഇതൊക്കെ മീൻസ് +1 ആ ഒരു ടൈമിൽ ഞാൻ നോക്കാറുണ്ടായിരുന്നു. ഈ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ മീൻസ് വളരെ ഹെക്ടിക് ആണ് CUET നമ്മള് സാധാരണ എന്തെങ്കിലും വായിച്ച ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് വേർഡ് സ്റ്റോക്ക് ആദ്യം മുതലേ നമ്മൾ മീൻസ് മനസ്സിലാക്കി വെക്കണം. വേർഡ് സ്റ്റോക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതില്. അതേപോലെ തന്നെ GAT നമ്മള് ലൈക്ക് വെറുതെ ഈ ലേഷർ ടൈമിലൊക്കെ കുറച്ച് എന്താ പറയാ മീൻസ് സിമ്പിൾ മാത്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അതിനൊക്കെ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഡൊമൈൻ സബ്ജക്ട്സ് നമുക്ക് +2 കൂടെ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. അതേപോലെ എഡ്യൂക്കേഷൻ ക്ലാസ്സസും ഉണ്ട്. ആ ക്ലാസ്സസ് കണ്ട് മീൻസ് MCQs സോൾവ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കിട്ടും. പിന്നെ NCERTs നമ്മൾ കലക്കി കുടിക്കാന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ ചെയ്യണം കംപ്ലീറ്റ്. നമ്മൾ ചിലപ്പോ ചില ബോക്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ വിട്ടുകളയും. പക്ഷെ ഞാൻ 101% പറയാം, ഈ ബോക്സ് നിങ്ങൾ വിട്ട ബോക്സ് വരുള്ളൂ. നമ്മൾ വരില്ല എന്ന് വിചാരിച്ച സ്ഥലത്തുനിന്നേ വരും. സോ നമ്മൾ ഞാൻ അതാണ് പറഞ്ഞ കാര്യം. NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടോ അവരത് ചോദിച്ചിരിക്കും. അവർ എക്സ്ട്രാ ബോക്സ് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കുട്ടി അഡീഷണലി ആ കണ്ടന്റുമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആ കണ്ടന്റ് ആയിരിക്കും കുറച്ചും കൂടി റെലവന്റ് ആയ ഡീപ്പ് കണ്ടന്റ്. അതായിരിക്കും എന്ത് ചെയ്യുക എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഈ NCERT വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബോറിംഗ് പരിപാടി വേറെ ഇല്ല. ഇത് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു കാര്യം പിന്നെ ഒന്ന് സോൾവ് ചെയ്തെടുത്തത്? NCERT സാർ എനിക്കത്ര ബോറിംഗ് ആയിട്ടില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. കുറെ വായിക്കാനുണ്ട്, അതൊരു ഇതാണ്. നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇത് നേരത്തെ വായിച്ചിരുന്നെങ്കിൽ നമുക്കൊരു, കാരണം സെയിം സിലബസ് ആണ് രണ്ടിന്റെ. ഇപ്പൊ ഞാൻ സ്റ്റേറ്റിൽ പഠിച്ചെന്ന് വെച്ചാൽ എനിക്ക് NCERT ഞാൻ ആദ്യ വർഷം തൊട്ടേ ഫോളോ അപ്പ് ചെയ്തായിരുന്നെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. NCERT ഒരു എല്ലാം വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. നേരത്തെ ദേവനന്ദ പറഞ്ഞ പോലെ എല്ലാ ബോക്സുകളിലും പല ഇതായിട്ട് വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ മറ്റുള്ള ഗൈഡുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആൻസർ, കൃത്യം ചോദ്യം, അങ്ങനെ ഇതാണ്. NCERT അങ്ങനെയല്ല. NCERT നമുക്ക് ഓരോ കേസുകൾ, പല കേസ് സ്റ്റഡി, അങ്ങനെ കുറെ ആയിട്ട് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര, എനിക്ക് ഒരു റിഗ്രറ്റ് ആണ് ആക്ച്വലി തോന്നിയത്. കാരണം ഇതുപോലൊരു ടെക്സ്റ്റ് ഞാൻ ഇത്രയും നാളായിട്ട് നോക്കിയില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് ആണ് ഫസ്റ്റ് തോന്നിയത്. അത് നമ്മളൊരു കംഫർട്ട് സോണിലോട്ട് മാത്രം ഒതുങ്ങിപ്പോയി. അതൊരു വലിയൊരു പ്രശ്നമായി പോയി. ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്ന പല കാര്യങ്ങളും ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചോദ്യം ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ആ ഒരു ഇൻട്രസ്റ്റ് ഭയങ്കര. അപ്പൊ നിങ്ങളിപ്പോ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ആ സബ്ജക്റ്റിനോടും അതിലെ നമ്മൾ പഠിക്കുന്ന കണ്ടന്റിനോടും നമ്മളൊരു ഇഷ്ടം, താല്പര്യമുണ്ട്. ആ താല്പര്യമാണ് ഇത്തരത്തിലുള്ള ആ കണ്ടന്റ് നമ്മൾ ഡീപ്പായി പഠിക്കാനും അല്ലെങ്കിൽ ആ ഒരു ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാം ലെവലിലേക്ക് നമ്മൾ എത്തിക്കാനൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നീ ചോദിക്കുന്ന പല സംശയം, ക്ലാസ്സിനിടയിലൊക്കെ ചോദിക്കുന്ന പല കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ദേവാനന്ദ നന്നായി വായിച്ചു പഠിക്കാറുണ്ട് അല്ലേ? റീഡിങ് വായിച്ചു പഠിക്കാറുണ്ട്. അതേപോലെ മീൻസ് ആരെങ്കിലും ഇങ്ങനെ പഠിപ്പിച്ച് പഠിക്കാനുള്ള ഒരു രീതിയും ഉണ്ട് എനിക്ക്. അപ്പൊ നമുക്ക് ഭയങ്കരമായി വർക്ക്ഔട്ട് ആണ് ഒരു സാധനമാണ് നമ്മളെ എക്സാംസിലും. അതായത് നമ്മൾ ഒരാളെ നമ്മൾ പഠിച്ചിട്ട് മറ്റൊരാളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി വർക്ക് ചെയ്യുന്ന സാധനം. ഇത് ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ നന്നായി വർക്ക്ഔട്ട് ചെയ്യും. ഗ്രൂപ്പ് സ്റ്റഡി അങ്ങനെ മീൻസ് നടക്കുന്ന കുട്ടികളോടെ ആണെങ്കിൽ നടക്കും. ആ ടീമിനെ നല്ല വൃത്തിയുള്ള ടീമിനെ ഉണ്ടാക്കി എടുക്കാൻ ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ വർഷം ഇനി CUET ഒക്കെ ഞാൻ ചോദിക്കാവുന്ന കാര്യം, നിങ്ങളിപ്പോ നമ്മളെ കോളേജിൽ എത്തിയപ്പോ, ഇപ്പൊ നിങ്ങൾ ആ ക്യാമ്പസിൽ എത്തി, ഒരു എക്സ്ട്രാ ഇത് നമ്മളെ നാട്ടിലില്ലാത്തൊരു സാധനം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയ ഒരു സാധനം എന്താ? അപ്പൊ നിങ്ങൾക്ക് രണ്ട് യൂണിവേഴ്സിറ്റി, അടിപൊളി 2 യൂണിവേഴ്സിറ്റീസ് ആണ്. ഒന്ന് ഡൽഹിയാണ്, ഹരിയാനയാണ്. അപ്പൊ ആദ്യം നമ്മളെ ഡൽഹിക്കാരൻ പറയട്ടെ, എന്താണ് നീ അവിടെ എത്തിയപ്പോ നിനക്ക് ഇത് നമ്മളെ നാട്ടിലില്ലാത്ത ഒരു അടിപൊളി സാധനം ഇവിടെ കിട്ടി, ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ, അതെന്താ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി? അത് സാറ് പറഞ്ഞ എക്സ്പോസ് ആണ്. കാരണം നമുക്ക് നമ്മുടെ നാട്ടില് ഇതുപോലുള്ള ഒരു കൾച്ചറൽ കൊളാബറേഷൻ ഇല്ല. അവിടെ എല്ലാം നമ്മളെല്ലാം ഒരേ ഭാഷ സംസാരിക്കുന്നവര്. ഇവിടെ അങ്ങനെയല്ല, ഡിഫറെന്റ് കൾച്ചറാണ് ആൾക്കാരെല്ലാം. ഇപ്പൊ ടീച്ചേഴ്സ് തന്നെ ആണെങ്കിലും എന്റെ ഒരു ടീച്ചേഴ്സ് ഒരു സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആരുമില്ല. ഇപ്പൊ എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ എന്റെ ഒരു പ്രൊഫസറിന്റെ ഒരു പേപ്പർ കിങ്സ് കോളേജിലാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പ്രസന്റ് ചെയ്തത്, ലിബറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുപോലുള്ള ഒരു ഫാക്കൽറ്റി ലെവലാണ് നമുക്കുള്ളത്. അപ്പൊ അവര് നമ്മളോട് അധികം ഇന്ററാക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. ഒരു പ്രൊഫസറിന് നമ്മുടെ പേര് ഓർമ്മയുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. കാരണം അവർ നമ്മളോട് അങ്ങനെ, ഇപ്പൊ നാട്ടിലത്തെ കോളേജിൽ, പിന്നെ ഞാൻ നാട്ടിലും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മദ്രാസിലും ഒരു മാസം വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം അവിടെയാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ പ്രൊഫസേഴ്സ് എല്ലാവരും കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്യാറ്, എല്ലാവരോടും ഒരു മിങ്കിൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ അവരുടെ ഒരു സെൻസ് ഓഫ് എന്താ പറയാ, ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷൻ കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനുവേണ്ടി അസൈൻമെന്റ്സ് നോക്കിയാലും, ഇപ്പൊ അവർക്ക് കൂടുതലും റിസർച്ചിലോട്ടുള്ള, ഇപ്പൊ റിസർച്ച് വേറൊരു ഇതാണ്. കാരണം
ഞാൻ ഇവിടെ ചെന്നിട്ടാണ് റിസർച്ചിലോട്ട് കുറച്ചുകൂടെ കടന്നത്. ഞാൻ ഏകദേശം ഒരു 12 റിസർച്ച് പേപ്പറോളം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഓക്കെ ഓക്കെ. ഡൽഹി വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും അതിലോട്ട് എത്തിയത്. കാരണം അവരുടെ നാട്ടിൽ ഞാൻ അത്ര ബോധമല്ലായിരുന്നു ഇതിനെ പറ്റിയൊന്നും. ഇപ്പൊ ഈവൻ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോലും നമുക്ക് നാട്ടിൽ അങ്ങനെ ഒരു ആരും ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല. അപ്പൊ ഞാനും അതിനെപ്പറ്റി ചെയ്യാറില്ല. പക്ഷെ ഇവിടുത്തെ പിയർ ഗ്രൂപ്പ് തന്നെയാണ് വേറെ. കാരണം നമ്മുടെ പിയർ ഗ്രൂപ്പ് എങ്ങനെ പോകും ആ ലെവൽ അനുസരിച്ച് നമ്മൾ കോപ്പപ്പ് ചെയ്യും ലൈഫിൽ. ഇപ്പൊ ഇവിടെ എന്റെ അടുത്ത് എന്റെ ഒരു കൂട്ടുകാരനാണ് ഇവന്റെ ലിങ്ക്ഡിൻ കഴിഞ്ഞ വർഷം പറയുന്നത്. അത് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്, അതെന്താണ് കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, അതുകൊണ്ട് എന്താണ് നമ്മുടെ ഗുണം, അതുപോലെ റിസർച്ച് പേപ്പറുകൾ. ഇപ്പം ഞാൻ ICPS പാർലമെന്ററി ഡിപ്ലോമസിയിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ. അപ്പൊ അതൊക്കെ ഇവിടെ ചെന്നുകൊണ്ട് മാത്രം കിട്ടിയ ഒരു ഗുണമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടുത്തെ ഒരു പിയർ ഗ്രൂപ്പ് എന്നാണ് എനിക്ക് ഇതെല്ലാം അക്വയർ ചെയ്യാൻ പറ്റിയത്. നാട്ടിൽ എനിക്ക് അത്രയും പറ്റിയിട്ടില്ല. നാട്ടിൽ പല കാര്യങ്ങളും പിള്ളേർ അറിയാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ദേവ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നമ്മളാണ് ടോപ്പെങ്കിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പല സ്ഥലത്ത് നിന്നുള്ള ടോപ്പേഴ്സാണ് ഇവിടെ നമുക്കുണ്ട്. വെറുതെ പണ്ട് ആളുകൾ പറഞ്ഞ ഒരു സാധനമുണ്ട്, നമ്മള് ആരോടാണോ നമ്മളെ ചുറ്റുപാടുള്ള ഒരു 5 ആൾക്കാരുടെ ആവറേജ് സ്വഭാവമായിരിക്കും നമുക്കുള്ളത്. ഇത് നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം. അപ്പൊ നമ്മൾ പറഞ്ഞ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞ സാധനം, അപ്പൊ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ഈ ഒരു പിയർ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിക്ക് സാധിക്കും. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാറുണ്ട് പിയർ ഗ്രൂപ്പ് കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കുന്ന പിയർ ഗ്രൂപ്പ്സിന് വലിയ റോൾ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ആലോചിക്കും നമ്മുടെ കൂടെ ഉള്ള പിയർ ഗ്രൂപ്പ്സ് അത്ര പവർ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടല്ലേ? കാരണം അതെല്ലാവരും പ്രൊഡക്റ്റീവായി ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തിപ്പെടുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്തായാലും നമ്മളെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഞാൻ കുറച്ച് പ്രൊമോഷൻ ചോദിക്കട്ടെ, നമ്മൾ എഡ്യൂപോർട്ടിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? അതെ, വളരെ ഹെൽപ്ഫുൾ. ഒന്നാമത് നമ്മൾ ഈ NCERT ഒക്കെ നമുക്ക് എപ്പോഴും ഒരു മടിയായിരിക്കും, നമുക്കൊരു പേടിയായിരിക്കും. ലൈക്ക് NCERT ഭയങ്കര കട്ടിയുള്ള സംഭവം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതിലൂടെ എത്താൻ വേണ്ടി നമുക്ക് എഡ്യൂപോർട്ടിന്റെ ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഈ ക്ലാസ്സസ് നമുക്ക് ഇങ്ങനെ എന്താ പറയാ വളരെ കോമൺ ആയിട്ടുള്ള രീതിയിൽ എടുത്തു തരുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. അതേപോലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. സോ നമുക്ക് പേഴ്സണലായിട്ട് കണക്ട് ചെയ്ത് ഡൗട്ട് ചോദിക്കാൻ പറ്റും. ലൈക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് വായിച്ചു, അതിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു, നമുക്ക് ചോദിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ MCQs സോൾവ് ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ എക്വയർ ചെയ്യാൻ കഴിയും നോളജ്. സോ വലിയൊരു പ്രോസസ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അല്ലെ? വളരെ അധികം. സൂര്യ സെയിം തന്നെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് പേഴ്സണലൈസ് മെന്റേഴ്സ് ഉണ്ട്, പലരും ക്ലാസ് കേൾക്കാം. ഞാൻ സാറിന്റെ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന പല ക്ലാസ്സുകളും ഞാൻ വിട്ടു പറഞ്ഞു. സോഷ്യോളജി ഒക്കെ ഞാൻ പൊതുവെ ടൈം കിട്ടാറില്ല ചില സമയങ്ങളിൽ. അപ്പം നമ്മുടെ മെന്റർ കോൺടാക്ട് ചെയ്യുക, എന്താണ് ക്ലാസ് കേൾക്കാത്ത. മുഹസിന എന്ന് പറഞ്ഞൊരു മെന്റർ ആയിരുന്നു നമുക്കുള്ളായിരുന്നത്. അപ്പം അവര് നമ്മളെ വിളിക്കുമായിരുന്നു, ഫോളോ അപ്പ് ചെയ്യായിരുന്നു. അമ്മയായിട്ടാണെങ്കിലും വിളിക്കുമായിരുന്നു, എന്താ ക്ലാസ്സുകൾ കേൾക്കാത്ത. ആ കാര്യങ്ങൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം അത് തന്നെയാണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞത്. ഇപ്പൊ സാറിനോടാണെങ്കിൽ ഞാൻ വാട്സപ്പിലെല്ലാം സാറിന് നേരത്തെ പറഞ്ഞ കുറെ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. പിന്നെ എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ട് സാറും കുറെ ഹെൽപ്പ് ചെയ്തു. പിന്നെ മോക്ക് ടെസ്റ്റ് എല്ലാം ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. ഇപ്പൊ പുതിയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഇതൊക്കെ എന്തായാലും ഈ നമ്മുടെ ഒരു സെഷൻ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു സാധനം കത്തും, ഇത് കുഴപ്പമില്ല, ഇത് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, ഞാൻ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാലോ എനിക്ക് നന്നായി അവിടെ എത്താൻ കഴിയും. അങ്ങനെ എത്താൻ കഴിയുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇതൊന്ന് അച്ചീവ് ചെയ്ത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ നിങ്ങൾ രണ്ടാൾക്ക്, ഞാൻ ഒരാളിപ്പോ ബോയ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരാൾ ഗേൾസിനെ റെപ്രസെന്റ് ചെയ്തിട്ട്, കാരണം 2 കാറ്റഗറി ആളുകളുടെ മൈൻഡ് സെറ്റ് രണ്ടാണ്. അവര് ഓരോന്നിനെ നോക്കി കാണുന്ന രീതിയൊക്കെ 2 രീതിയിലായിരിക്കും അല്ലെ? ഇപ്പൊ ബോയ്സ് ആണെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലോഷൻ കിട്ടുക, ഗേൾസ് ആണ് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്താണ് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവും. അത് നമ്മള് എന്താണ് ജെൻഡർ ഇനീക്വാലിറ്റി കാണിക്കില്ല, എന്നാലും ചില ആളുകളിലെങ്കിൽ അങ്ങനത്തെ ചില കൺസേൺസ് ഉണ്ടാവും. ഇപ്പൊ ആദ്യം സൂര്യ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഡിഗ്രിക്ക് ഇപ്പൊ നീ പറഞ്ഞ പ്ലസ് ടു എല്ലാ പേപ്പറും എഴുതാൻ അല്ലെങ്കിൽ സബ്ജക്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് CUT ഇപ്പൊ നീ പൊളിറ്റിക്കൽ സയൻസ് മാത്രം പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ പക്ഷെ ഡൽഹിക്ക് എന്തുണ്ട് 3 ഡൊമൈൻ സബ്ജക്ട് എങ്കിലും അവരെഴുതണം. അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഒരു 3 സബ്ജക്ട് കൃത്യമായി പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ലൊരു സ്പേസിലേക്ക് എത്താനുള്ള ഒരു അവസരം ഉണ്ട് അവിടെ. അപ്പൊ എന്താണ് ഒരു കോമൺലി നീ അവിടെ എത്തിയെന്നും ഇനി വരാനിരിക്കുന്ന നിന്റെ ജൂനിയേഴ്സിനോടൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന രീതിയിൽ എന്താണ് പറയാം? ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാന്നേ ഉള്ളൂ സാർ സീറ്റ്. അത്രയും കാരണം ഞാൻ PGയുടെ സിലബസ് CUTയോട് നോക്കുമ്പോഴും UG അത്രയും പ്രശ്നമില്ലാണ്ട്. കാരണം നമുക്കിതൊരു റിജിഡ് സിലബസ് നമുക്കുണ്ട്. NCERT എന്നൊരു ഒരു ഗ്രന്ഥം നമുക്കുണ്ട്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്ത് പോകാൻ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള എക്സാം. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് വേണം എന്ന് ആഗ്രഹത്താൽ പൊളിറ്റിക്കൽ സയൻസിന് മാത്രം നല്ല മാർക്ക് വാങ്ങിച്ചാൽ പോരാ. നമുക്ക് ഡൽഹിയുടെ ക്രൈറ്റീരിയ നോക്കണം. അവര് ജനറൽ ടെസ്റ്റോ അത് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുമ്പോൾ തന്നെ നമുക്കൊരു ലാംഗ്വേജും ആവശ്യമുണ്ട്. ഇപ്പം ഇംഗ്ലീഷ് മലയാളം ഒരു ലാംഗ്വേജ് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ നമ്മള് സബ്ജക്റ്റുകളും
ഇപ്പം ഞാൻ പലർക്കും ഒരു പ്രശ്നം പറ്റി പോയ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാല് ഡൽഹിയില് അന്ന് ഞങ്ങളുടെ ക്രൈറ്റീരിയ 3 കോർ സബ്ജക്റ്റുകളും പോരാതിന് ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ ഷുഡ് ബി 1 ലാംഗ്വേജ്, എതർ മലയാളം ഓർ ഇംഗ്ലീഷ്. അപ്പം ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. പലരും എന്നോട് ചോദിച്ചു എന്തിനാ മലയാളം ഒക്കെ എഴുതുന്നത്, മലയാളം എഴുതിയിട്ട് എന്താ, ഡൽഹിയിലൊക്കെ പോയിട്ട് മലയാളത്തിന്റെ ആവശ്യം വരുമോ? പലരും അങ്ങനെ ഒരു ആ ഒരു ഭാവത്തിൽ അവര് മലയാളം എഴുതിയില്ല. പക്ഷെ മലയാളം ഇറ്റ് റിയലി ഹെൽപ്പ് മീ, ബിക്കോസ് എനിക്ക് മലയാളത്തിന് 200-ൽ ഏകദേശം 197 അത്ര എന്റെ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാനപ്പം മലയാളത്തിന്റെ മാർക്ക് വെച്ചാണ് ഡൽഹിയിലൂടെ കയറിയത്. കാരണം ഇംഗ്ലീഷിന് എനിക്ക് 186 ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് വെച്ചില്ല, ഞാൻ നേരെ മലയാളത്തിന്റെ മാർക്ക് വെച്ച് അവർ കൊടുത്ത ആപ്ലിക്കേഷൻ. കാരണം അവർ പറയുന്നുണ്ട് ആ ക്രൈറ്റീരിയ വായിച്ചു നോക്കിയാൽ തന്നെ ആർക്ക് മനസ്സിലാവും ഏത് ലാംഗ്വേജ് ചെയ്യണം എന്നുള്ളത്. പലരും അത് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. പലർക്കും അങ്ങനെ മാർക്ക് ഇംഗ്ലീഷിന് ചിലവർക്ക് നല്ല മാർക്ക് കുറവായിരുന്നു, പക്ഷെ അവർക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ ലാംഗ്വേജ് ഇല്ല. നമുക്ക് ഇംഗ്ലീഷ് മാത്രം ചെയ്തവർക്ക് അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ലാംഗ്വേജ് ഇല്ല. മലയാളം ഞാൻ 0 പ്രിപ്പറേഷൻ ആയിട്ടാണ് പോയത്, പക്ഷെ എന്നിട്ട് പോലും അത്യാവശ്യം മാർക്ക് നമുക്ക് സാധിച്ചു. പിന്നെ കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരാണെങ്കിൽ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി, ഇത് ഈ 3 സബ്ജക്റ്റുകളിൽ നമുക്ക് എന്തായാലും അത്യാവശ്യം മാർക്ക് വേണം സ്കോർ ചെയ്യാൻ ഇവിടെ കിട്ടണമെങ്കിൽ. പൊളിറ്റിക്കൽ സയൻസിന് മാത്രം നല്ല മാർക്കും കൊണ്ട് നമുക്ക് ഡിഫിക്കൽട്ടാണ് ഇവിടെ കിട്ടാൻ. അങ്ങനെ പക്ഷെ 3 കൂടെ നമ്മൾ അത്യാവശ്യം നല്ല മാർക്കിൽ നിർത്തണം, എന്നാലും മാത്രമേ പ്ലസ് ലാംഗ്വേജ് ഈ 4 കൂടെ നിർത്തിയാൽ നമുക്കൊരു നല്ലൊരു സിറ്റുവേഷനോട് എത്തിരാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ ദേവാനന്ദ, അപ്പൊ നിന്റെ കോളേജിലേക്ക് എന്തായാലും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വളരെ നിർബന്ധം. നീ ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് നിന്ന് കുട്ടിയാണ്, പലർക്കും സംശയമാണ് ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുക, അത് പഠിക്കുന്ന രീതി എന്താണെന്നുള്ളത്. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാത്സും അല്ലെങ്കിൽ ഇതര റീസണിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു ആർട്സ് സബ്ജക്ട് ആകുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുന്നത് കുറവായിരിക്കും. നീ എങ്ങനെ അതിനൊന്ന് ക്രാക്ക് ചെയ്തത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്? സർ, GAT എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആണ് വരിക, അല്ലാതെ സയൻസിലുള്ള പോലെ അത്ര ടഫുള്ള മാത്സ് ഒന്നല്ല വരിക. ലൈക്ക് റീസണിങ് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ മീൻസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ക്വയറിൽ ലൈക്ക് 4 ഭാഗമായിട്ട് അതിനെ മുറിച്ച് 3 ഭാഗത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒരു ടൈപ്പിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സ് മാത്രം മീൻസ് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ നെക്സ്റ്റ് വരാൻ പറ്റുന്ന ഏതാണ്. സോ നമ്മൾ എന്താ പറയാ, ജനറൽ ആയിട്ട് നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ GAT കുറിച്ചിട്ട് അത്ര വിഷമിക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിനെ കുറിച്ചിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ വേർഡ് സ്റ്റോക്സ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യണം. ആന്റോണിം, സിനോണിംസ്, നമ്മൾ ഇത് പറയുമ്പോൾ ആന്റോണിം സിനോണിംസ് നമുക്ക് പറ്റുമല്ലോ, പക്ഷെ അതുപോലെയല്ല. ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു വേർഡ് അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻസിനുള്ള ഒരു ഓപ്ഷനും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. സോ നമ്മൾ ഇംഗ്ലീഷിനെ നല്ലോണം ഫോക്കസ് ചെയ്യണം, അതേപോലെ GATയും. പക്ഷെ ഞാനൊരു കുറുക്ക് വഴി പറഞ്ഞുതരാം. മീൻസ് ഞാൻ എന്റെ ഇതിൽ മീൻസ് ഫോളോ ചെയ്ത കാര്യം, അതായത് പ്രിപ്പയർ ചെയ്യുന്ന 3 ഡൊമൈൻസും നമുക്ക് നേരത്തെ സൂര്യ തേജസ് പറഞ്ഞ പോലെ ഒരു ഗ്രന്ഥമുണ്ട്, NCERT, അതിൽ തന്നെ വരുള്ളൂ. സോ ഈ 3 കാര്യങ്ങൾ നമ്മൾ എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നോ അത്ര ഹയസ്റ്റ് സ്കോർ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ സീറ്റ് ഉറപ്പാവും. പിന്നെ ഉള്ളത് നമ്മുടെ ഈ GATയും അതേപോലെ തന്നെ ലാംഗ്വേജും. GATയും ലാംഗ്വേജും നമ്മൾ ആദ്യം മുതലേ പ്രിപ്പയർ ചെയ്യണം. പക്ഷെ എങ്കിലും അത്ര നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഡൊമൈൻസിൽ മീൻസ് മാക്സിമം നമുക്ക് പറ്റുന്ന അത്ര സ്കോർ ചെയ്ത് വെക്കുക. മീൻസ് ബാറ്റിംഗ് ചെയ്ത് എത്ര റൺസ് എടുക്കാൻ പറ്റും അത്ര അങ്ങനെ ചെയ്ത് വെക്കുക. എങ്കിൽ നമുക്ക് മീൻസ് സീറ്റ് ഉറപ്പിക്കാൻ പറ്റും നമുക്ക്. കാരണം അവർ നോക്കുക ടോട്ടൽ മാർക്ക് ആയിരിക്കും അല്ലെ? അതെ അതെ അതെ. ഇന്ന സബ്ജക്ട് നോക്കുക. അപ്പൊ നമുക്ക് ഏത് മേഖല ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ അവിടെ അടിച്ച് കയറ്റി റൺ മാർക്ക് കയറ്റി വെക്കാം. ഓക്കെ നൈസ് നൈസ്. സോ ഇനിവേ നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചു വന്ന കാര്യങ്ങളുണ്ടോ ഒന്ന് ആലോചിച്ചു. ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി പിന്നെ എന്തൊക്കെയാ ചോദിച്ചു എന്തൊക്കെയാ വിട്ടത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒരു കാര്യം എന്ന് പറയുമ്പോ മീൻസ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കുറച്ചൊന്ന് ഹെസിറ്റേറ്റ് ചെയ്യും ഈ പുറത്ത് പോയി പഠിക്കുമ്പോ. ഞാൻ അത് ചോദിക്കാൻ വെച്ച് മറന്നു, നീ കറക്റ്റ് പറഞ്ഞു. അതെ, ഈ സേഫ്റ്റി ഇഷ്യൂസിനെ പറ്റിയിട്ട് പേടിക്കും. സോ ഒന്നാമത് പറയേണ്ടത് ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. സേഫ്റ്റി ഇഷ്യൂസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ പുറത്ത് നമ്മൾ ഈ പേടിക്കുന്ന പോലെ അത്ര പേടിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പോകുന്നതിന് മുമ്പിട്ട് ഞാൻ എന്റെ അച്ഛനും അമ്മക്ക് മീൻസ് ഒരു കുട്ടിയാണ്. സോ അതിനുള്ള പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത്ര ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാല്. പുറത്ത് പോയി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതേപോലെ ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന നമ്മൾ ലൈക്ക് അങ്ങനെ പറയുമ്പോൾ എന്തൊരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു കോളേജ് അല്ല, മീൻസ് അഫിലിയേറ്റഡ് കോളേജ് അല്ല. നമ്മൾ ഡയറക്റ്റ് പോകുന്നത് യൂണിവേഴ്സിറ്റിയിലാണ്. ഈ സ്കൂള് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമുക്ക് അപ്പോഴും നമ്മുടെ മോൾഡ് ചെയ്ത് വരും. അതേപോലെ നേരത്തെ പറഞ്ഞ പിയർ ഗ്രൂപ്പ്സ്. അപ്പൊ പിയർ ഗ്രൂപ്പ്സിൽ എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അവള് എഴുത്തുകാരിയാണ്. അവള് ആമസോൺസിലൊക്കെ എഴുതിയിട്ട് ബുക്കൊക്കെ പബ്ലിഷ് ചെയ്ത ഒരാളാണ്. അപ്പൊ ഇത്രയും നല്ല നല്ല ആൾക്കാര് അവരുടെയൊക്കെ പ്രൊഫൈൽ ഗൂഗിളിൽ പോലും ഉണ്ട്.
അപ്പൊ ഇത്രയും നല്ല നല്ല ആൾക്കാരോട് നമുക്ക് ഇടപഴകാൻ വേണ്ടി കഴിയും. സോ ഹെസിറ്റേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഹെസിറ്റേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറപ്പെടുക, പ്രിപ്പയർ ചെയ്യുക, മീൻസ് വെൽ പ്രിപ്പറേഷൻ ഈസ് നീഡഡ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മൾ നോക്കുക ലൈക്ക് എങ്ങനെയാണ്, നമുക്കത് ഇഷ്ടപ്പെടും. ഇപ്പൊ എന്റെ ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹോസ്റ്റൽ എന്നൊക്കെ അത്ര വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ ആയിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 സ്റ്റാർ ഹോട്ടലാണോ അല്ലെങ്കിൽ ഒരു സാധാ കടയിലാണോ കയറാന്ന്. നമ്മള് സാധാ കടയുടെ പൈസ വെച്ചിട്ടാണ് നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറുന്നത്. അതേപോലെയാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി. എന്റെ ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു സെമ്മില് ലൈക്ക് ഹോസ്റ്റൽ ഫീസ് മാത്രമാണ്. സെമിസ്റ്റർ ഫീസ് 9,000 ആണ് ഒരു സെമിസ്റ്ററിന്റെ. പിന്നെ ഹോസ്റ്റൽ ഫീ എന്ന് പറയുമ്പോൾ 14,000. അപ്പൊ 14,000 1 ഇയറിലേക്കാണ്, ഇത് 1 സെമ്മിലേക്കല്ല. സോ എന്താ പറയാ, ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ റൂംസ് ഒക്കെ വെൽ ഫർണിഷ്ഡ് റൂംസ് ആയിരിക്കും. ഫുഡ് അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരിക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസും ഉണ്ടാവും, അതേപോലെ നോർത്ത് ഇന്ത്യൻ ഡിഷസും ഈസ്റ്റ് ഇന്ത്യൻ ഡിഷസും ഉണ്ടാവും. ലൈക്ക് ഇത്രയും വെറൈറ്റീസ് ഉള്ള ഫുഡ് കൾച്ചർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് നമുക്ക് ഉണ്ടല്ലോ. പിന്നെ അതേപോലെ പിന്നെ ഉള്ളത് ഓരോ ഹോസ്റ്റലിലും ഗേൾസിന്റെ ആയിക്കോട്ടെ ബോയ്സിന്റെ ആയിക്കോട്ടെ ജിം ഉണ്ടാവും. ജിമ്മിന് ഓരോ ട്രെയിനർ ഉണ്ടാവും. അതേപോലെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ 2 ഹോസ്റ്റലിൽ കൂടിയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് ആണ് ഉള്ളത്. പക്ഷെ ജിം ഓരോ ഹോസ്റ്റലിലും ഉണ്ടാവും. റീഡിംഗ് റൂംസ് ഉണ്ടാവും. രാത്രി നമുക്ക് എത്ര രാത്രി പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും റീഡിംഗ് റൂമിലേക്ക് പോവാം. കംപ്ലീറ്റ് എയർ കണ്ടീഷൻഡ് റീഡിംഗ് റൂംസ് ആയിരിക്കും. ലൈക്ക് വളരെ നല്ലതാണ്. എനിക്ക് അഥവാ ഒരു മീൻസ് ഹോസ്റ്റൽ ടൂറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാറിന് വീഡിയോ അയച്ചു തരാം. ലൈക്ക് അത്രക്കും വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റലാണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിന്റെ 4 ബ്ലോക്കാണ് നമുക്ക് ഈ എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഒഴിച്ചുള്ളത്. അപ്പോ പല പല എഞ്ചിനീയറിംഗ് കുട്ടികളായിക്കോട്ടെ, മീൻസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലാത്ത കുട്ടികളായിട്ട് നമുക്ക് ഇടപഴകാൻ കഴിയും. മീൻസ് വെൽ ലൈക്ക് എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എന്റെ സീനിയർ തന്നെ, ഹിസ്റ്ററിയിലുള്ള സീനിയർ തന്നെ, ജിയോഗ്രഫിയിലുള്ള സീനിയർ സോറി. അപ്പോ അയാള് RDC പരേഡിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹിയില് ജനുവരി 26 സോ അങ്ങനെ. പിന്നെ ഞാൻ ഒരു ബാൻഡ് മെമ്പറാണ്, ഒഫീഷ്യൽ ബാൻഡിന്റെ മെമ്പറാണ്. സോ അത്രയും എന്താ പറയാ വാസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാൻ പറ്റും. അത് നമുക്ക് നാട്ടിലുള്ള കോളേജസിൽ നിന്ന് അത് ഇമ്പോസിബിൾ ആണ്. അത്ര ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടില്ല. സോ ഹെസിറ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഏറ്റവും മുന്നേ ഒരു കാര്യം പറയാൻ. മാത്രം മതി ആളുള്ള കോട്ടില്ലേ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകർഷിക്കാൻ. ശരിക്കും എന്താണ് ഒരു ഫുൾ 5 സ്റ്റാർ പാക്കേജ് ആണ് ഇപ്പൊ ശരിക്കും ദേവ പറഞ്ഞത് അവിടെ കോളേജിന്റെ ഫെസിലിറ്റീസ്. അപ്പൊ ശരിക്കും ഞാനിപ്പോ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാൻ ആള് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ചുറ്റുമുള്ളത്. കാരണം ഇപ്പൊ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോർമൽ ഞാൻ ഏതെങ്കിലും ഒരു ആളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡന്റോ മോശമാക്കി പറയില്ല. അപ്പൊ നമ്മൾ കോളേജിലൊക്കെ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജ് ആയിക്കോട്ടെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യും. 3 വർഷം കൊണ്ട് കോളേജ് വിട്ട് ഇറങ്ങാൻ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരുപാട് അരിയേഴ്സ് ആയിട്ട് അപ്പോൾ നമ്മളെ ക്വാളിഫിക്കേഷൻ എവിടെ മാത്രം ഡിഗ്രി മാത്രം, അവൾക്ക് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് കിട്ടി കാണില്ല. ഇത്തരം കോളേജിൽ പോകുമ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്. ബേസിക്കലി നമുക്ക് ഒരു പേഴ്സണൽ എക്സ്പോഷർ അവിടെ വരാണ്ട് നാട് എന്താണ്, ലോകം എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്, അവസരങ്ങൾ എന്താണ്, എങ്ങനെ എങ്ങനെയൊക്കെ നിന്നാലേ നമുക്ക് എന്തെങ്കിലും ആവാൻ സാധിക്കൂ എന്നുള്ള ബേസിക് ആയ ഒരു ക്വാളിറ്റിയെങ്കിലും ആഫ്റ്റർ ഈ കോളേജിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഫ്രം ഡിഗ്രി ആയിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ 2 പേരിലും ഒരു വർക്കോ പുസ്തകമോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും, ഞാൻ സൂര്യന്റെ പേരിൽ എന്തായാലും ഞാൻ ഒരു വർക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ എനിവേ ഞാൻ നമ്മൾ എന്തായാലും ഇനിയും ഇത്തരം സെഷൻസ് ആയിട്ട് ഞാൻ എന്തായാലും നമുക്ക് സമയം ഒരുപാട് പോയി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇതെന്തായാലും നമ്മൾ വീഡിയോ കാണുന്ന ആൾക്ക് ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളിൽ നിങ്ങൾ നിങ്ങളുടെ പിന്നെ വിലപ്പെട്ട കമന്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ എജ്യുപോണിന്റെ CUT ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നത്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ഒരുപാട് സംശയങ്ങളൊക്കെ തീർക്കാം. ഒന്നെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഞാൻ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ അക്കൗണ്ട് നിഹാൽ സാർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകാം. സോ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രഷ്യസ് ടൈം. നിങ്ങളെ നല്ലൊരു സമയം, നിങ്ങളുടെ നല്ലൊരു ഇൻഫോർമേഷൻ, അത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ഞാൻ ബുദ്ധിമുട്ടാക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് വരിക. ഓക്കെ, റെഡി? So thank you so much guys, very happy to see you once again. So bye, thank you. Thank you sir.